ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലി നാൻസി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ജാസുമ്മയുടെ സ്റ്റോറിയുടെ പാർട്ട് 5 ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു ഇതിൻ്റെ ബാക്കി കേൾക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ അവർക്കായിട്ടാണ്. തുടങ്ങാം. ബാത്റൂമിലെ ലൈറ്റ് പുറത്തായിരുന്നു. വെൻറ്റിലേറ്ററിൻ്റെ ചില്ല് ജനലിലൂടെ പുറത്തു നിന്ന് വരുന്ന പ്രകാശം മാത്രമേ അകത്തുണ്ടായിരുന്നുള്ളൂ. 5-6 നിമിഷം കഴിഞ്ഞപ്പോൾ ബാത്റൂമിനകവുമായി ജാസ്മിൻ പൊരുത്തപ്പെട്ടു. ഇടം കൈയിലിരുന്ന വസ്ത്രങ്ങൾ അലുമിനിയം പൈപ്പടിച്ച് അഴയിൽ കോർത്ത് ചുമരിലേക്ക് ചാരി അവൾ കിതച്ചു. വലത് കൈയിൽ നിന്ന് ആവി പറക്കുന്നത് പോലെ അവൾക്ക് തോന്നി. താൻ മകനെ തല്ലി. അല്ല, ജാസ്മിൻ ഷാനുവിനെ തല്ലി. ഉലയിലിട്ടതുപോലെ അവളുടെ ദേഹം പുകഞ്ഞു. വലത് കൈയിലെ മോതിര വിരലിൽ കടച്ചിലെടുക്കുന്നതായി അവൾ അറിഞ്ഞു. മാഷങ്ങാനും കയറി വരുമ്പോഴാണ് ആ സംഭവം നടന്നിരുന്നത് എന്നൊറ്റ ബുദ്ധിയിലാണ് അവനെ തല്ലിയത്. അല്ലെങ്കിൽ കാറിൽ വെച്ചേ ആവാമായിരുന്നു. യാത്ര തുടങ്ങിയത്, യാത്രയിലുടനീളം സംഭവിച്ചത്, അല്പം മുൻപ് വരെ സംഭവിച്ചത് എല്ലാം അവളുടെ മനക്കണ്ണിൽ തെളിഞ്ഞു. ഷാനുവിൻ്റെ പിടക്കത്തോടെ തുടങ്ങിയ യാത്ര. അവനില്ലെങ്കിലും ഈ യാത്ര ഒരുപക്ഷെ നടക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. ഷാനു എവിടെ? അവൻ വന്നില്ലേ? ആരോടൊക്കെ കള്ളം പറഞ്ഞു നിന്നാലും മാഷിനോടും മുന്താസുമ്മയോടും നടക്കാത്ത കാര്യമാണത്. മാത്രമല്ല, വയസ്സായ അവർക്കും തനിക്കും ഒരു കൂട്ടും കരുതലുമായി അവനെ ഉള്ളു താനും. വേറെ ആർക്ക് തണലായില്ലെങ്കിലും തനിക്ക് കരുതലാകേണ്ടവനാണ് ഇന്ന് കാറിൽ വെച്ച് കഴിഞ്ഞു പോയ നിമിഷങ്ങൾ അവളുടെ മനസ്സിലൂടെ ഓടിപ്പോയി. തൊട്ടും തലോടിയും ചുംബിച്ചുലർത്തിയും അവൻ തന്നെ മറ്റൊരു ലോകത്തെത്തിച്ച കാര്യം അവൾക്ക് വിസ്മരിക്കാനായില്ല എന്നത് സത്യമായിരുന്നു. അവൻ തൻ്റെ നഗ്നമായ വയറിൽ കൈവച്ചത് അറിഞ്ഞോ അറിയാതെയോ ആകാം. അത് ചോദിക്കേണ്ടിയിരുന്നില്ല. അവിടം വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഷാനുവും ആ യാത്രയിൽ സന്തോഷം കണ്ടെത്തി വരികയായിരുന്നു. അവൻ്റെ രോഷം, അവൻ്റെ സങ്കടം ഏതാണ്ടൊക്കെയോ മനസ്സിലൊതുക്കി ഇടിഞ്ഞ മനസ്സോടെ കണ്ണുകൾ അടച്ച് അവൻ്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ തന്നോട് അവനുള്ള ആഗ്രഹവും അഭിലാഷവും താൻ മനസ്സിലാക്കണമായിരുന്നു. കേവലം ഒരു വാട്സാപ്പ് മെസ്സേജിൻ്റെ പുറത്ത് അവൻ അതെല്ലാം മായ്ച്ചു കളഞ്ഞുവെന്ന് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അത്തരമൊരു വികാരമല്ലായിരുന്നു അവൻ്റേത് എന്ന് തിരിച്ചറിയണമായിരുന്നു. അഗ്നിപർവ്വതം പോലെ കുത്തിമറിഞ്ഞ് ഉരുകിയ മനസ്സിൽ കിടന്ന് തിളച്ച ലാവയാണ്. സാഹചര്യവും സന്ദർഭവും ഒത്തുവന്നപ്പോൾ പുറന്തോട് പൊളിച്ച് പുറത്ത് ചാടിയത്. അത് സ്നേഹത്തിൻ്റെ ആകാം, കാമത്തിൻ്റെ ആകാം. സ്നേഹത്തിൻ്റെ അല്ലെന്ന് 100 ആവർത്തി മനസ്സ് നേരിട്ടറിഞ്ഞ കാര്യമാണ്. സ്നേഹം മാത്രമാണെങ്കിൽ പ്രശ്നമല്ല. സ്നേഹവും കാമവും കൂടിക്കലർന്ന് വന്നാലോ? അതാണ് ഭയക്കേണ്ടത്. അത് തന്നെയാണ് പ്രശ്നവും. അവൻ്റെ മടിയിൽ കിടന്നപ്പോൾ താനത് അനുഭവിച്ചതാണ്. ഒരല്പം ബലം പ്രയോഗിച്ച് തന്നെ മടിയിൽ കിടത്തി എന്നതൊഴിച്ചാൽ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ശരീരത്തിന് അവൻ ഏൽപ്പിച്ചിട്ടില്ല. കരുതലോടെ തഴുകിയും ആശ്വസിപ്പിച്ചും തലോടിയുമാണ് അവൻ ഉമ്മ വെച്ചിരുന്നത്. ഇറങ്ങാൻ നേരത്തെ തൻ്റെ മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കിയതും അവനായിരുന്നുവല്ലോ. അവൻ്റെ മിഴികളിൽ കണ്ടത് തിരയിളക്കുന്ന സ്നേഹസാഗരവും. യാന്ത്രികമായി ജാസ്മിൻ ടാപ്പ് തുറന്നു. 2 നിമിഷത്തിനകം ബാത്റൂമിലെ ലൈറ്റ് തെളിഞ്ഞു. ആ കരുതലിന് പിന്നിലും ഷാനു അല്ലാതെ മറ്റാര്? അടിച്ച് കരണം പുകച്ചിട്ടും ഈ ദീർഘയാത്രയുടെ ക്ഷീണം ബാധിക്കാതെ അവൻ തന്നെ കാത്തിരിപ്പുണ്ടെങ്കിൽ എല്ലാം കൈവിട്ട് തുടങ്ങിയെന്ന് ജാസ്മിന് മനസ്സിലായി. തൻ്റെ സ്വബോധത്തിൻ്റെ നെറുകയിൽ ഇടയ്ക്കിടെ നിഷിദ്ധ നാഗം വന്ന് കൊത്തുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ആ വിഷത്തിൻ്റെ ലഹരിയിൽ അവൾ മയങ്ങി തുടങ്ങിയിരുന്നു. ശിരസിലും ദേഹത്തും തണുത്ത വെള്ളം വീണിട്ടും അവളുടെ ഉള്ളിലെ തീ അണഞ്ഞിരുന്നില്ല. വെള്ളത്തിന് നേരിയ ഉപ്പുരസം ഉള്ളതുപോലെ അവൾക്ക് തോന്നി. ഒരു മുറിയിലാണ്, ഒരു കിടക്കയിലാണ്. കാര്യങ്ങൾ മനസ്സിനും ശരീരത്തിനും വ്യക്തമായി അറിയുന്നതുമാണ്. എത്ര ശ്രമിച്ചിട്ടും തനിക്ക് പഴയ ജാസ്മിനാകാൻ പറ്റുന്നില്ലല്ലോ എന്നവൾ വെറുതെ ഓർത്തു. തനിക്ക് പഴയ ജാസ്മിനാകണ്ട എന്ന് വെറുതെ അല്ലാതെയും അവൾ ഓർത്തു. വസ്ത്രം മാറി അവൾ റൂമിലെത്തുമ്പോൾ ഷാനു കട്ടിലിൽ മോളിക്ക് നേരെ തിരിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഇട്ടിരുന്ന വസ്ത്രം തന്നെയാണ് വേഷം. മോളി നടുക്കാണ്.
അതിനപ്പുറം തനിക്ക് കിടക്കാൻ സ്ഥലമുണ്ട്. ഉപയോഗിച്ച വസ്ത്രങ്ങൾ കവറിലാക്കി തിരികെ ബാഗിലേക്ക് വെച്ച ശേഷം കൊണ്ടുവന്നിരുന്ന കുപ്പിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ച് കുപ്പി അവൾ ടേബിളിൽ വെച്ചു. ലൈറ്റ് ഓഫാക്കാതെ അവൾ ചെന്ന് കിടന്നു. കുറച്ചേറെ നിമിഷങ്ങൾ കടന്നുപോയി. ഉറക്കം കണ്ണുകളിലേക്ക് വരുമ്പോൾ ലൈറ്റ് അണഞ്ഞതും ഒരു നിഴൽ ബെഡിൽ വന്ന് വീഴുന്നതും അവൾ കണ്ടു. ചെറിയ പരിഭ്രമത്തിൻ്റെ വിറയൽ അവളിലുണ്ടായി. ഫാൻ പതിയെ കറങ്ങുന്നുണ്ടായിരുന്നു. മോളിയുടെ ശ്വാസോച്ഛ്വാസമല്ലാതെ മറ്റൊന്നും ജാസ്മിൻ കേട്ടില്ല. മിനിറ്റുകൾ കടന്നുപോയി. ജാസുമാ. നിശബ്ദതയിലെ ആ വിളിയിൽ അവളൊന്ന് ഞെട്ടി. ജാസുമാ. ഷാനുവിൻ്റെ പരിക്ഷീണിതമായ സ്വരം അവൾ കേട്ടു. അവളൊന്ന് മൂളി. നിങ്ങൾക്ക് ഉറക്കം വരണുണ്ടോ? ജാസുമാ, ഈ കാര്യം പറ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമല്ലേ? പറ ജാസുമ്മ. നിങ്ങൾക്ക് ഉറക്കം വരണുണ്ടോ? എനിക്ക് ഉറക്കം വരണില്ലുമ്മ. എനിക്ക് വരണുണ്ട്, അവൾ പറഞ്ഞു. കുറച്ചു നേരം കൂടി കഴിഞ്ഞു. കുറച്ചു നേരം അവനൊന്നും മിണ്ടിയില്ല. അവൻ്റെ ശരീരം മോളിക്കടുത്തേക്ക് നിരങ്ങി വരുന്നത് അവൾ അറിഞ്ഞു. ജാസുമ്മ, ഈ കാര്യം പറയണുണ്ടോ? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനു എന്നെ നിർബന്ധിച്ച് കൂട്ടിയേ? അപ്പോൾ അതാണ് കാര്യം. താൻ കൂട്ടിക്കൊണ്ട് വന്നത് അതിനാണെന്നാണ് അവൻ്റെ മനസ്സിലിരിപ്പ്. അവൻ്റെ സ്നേഹമൊക്കെ സത്യം തന്നെ. പക്ഷേ അവൻ എങ്ങനെ ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നു? ചില സമയങ്ങളിൽ താനും അങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ എന്ന് അവൾ അപ്പോൾ മറിച്ച് ചിന്തിച്ചു. ആദ്യ സമയങ്ങളിൽ അവൻ്റെ പിടുത്തത്തിലും ഉരസലുകളിലും തൻ്റെ താമരപ്പൂവ് നനഞ്ഞതവൾ ഓർത്തു. ഇന്ന് കാറിൽ വെച്ച് എത്ര തവണ ചുരത്തിയെന്ന് ഒരു തിട്ടവുമില്ല. വെറും ചുംബനങ്ങൾ കൊണ്ട് മാത്രമാണ് അവൻ തനിക്കത് സമ്മാനിച്ചത്. ഒരു പക്ഷേ അവൻ്റെ ഉമ്മയല്ലായിരുന്നുവെങ്കിൽ തൻ്റെ രതിക്കൊഴുപ്പിൽ അവൻ്റെ ആണത്തത്തിൻ്റെ കൊഴുപ്പ് കൂടി കലർന്നേനെ എന്നവൾ ഓർത്തു. അവൻ്റെ എളാമയോ മൂത്തുമ്മയോ ആരെങ്കിലും ആയാൽ മതിയായിരുന്നു. മോളിക്കപ്പുറം തീപ്പൊരിയാണ്. വെറുതെ ഒരു വിരലെടുത്തിട്ട് അപ്പുറത്തേക്കിട്ടിളക്കിയാൽ അവയിലെ ചാരം മൂടിക്കിടക്കുന്ന കനലുകളൊന്നിളകും. കിതപ്പടിച്ചാലും ശ്വാസോച്ഛ്വാസങ്ങൾ ഏറ്റാലും മതി അതിനാളിപ്പടരാൻ. മനസ്സൊരിടത്ത്, ശരീരം മറ്റൊരിടത്ത്. ഷാഹിക്ക തൻ്റെ ശരീരദാഹം മാറ്റിയിട്ടില്ലെന്ന് ഒരിക്കലും പറയുക വയ്യ. ഓരോ തവണ വന്നിട്ട് തിരികെ പോകുമ്പോഴും പിന്നീടുള്ള രാത്രികളിൽ കഴിഞ്ഞതോർത്ത് നെടുവീർപ്പിടുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. മാത്രമല്ല, ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് എന്ന ചിന്ത മനസ്സിനെ അടക്കി ഭരിക്കുമ്പോൾ ശരീരദാഹം എപ്പോഴും 2 or 3 സ്ഥാനങ്ങളിലായിരുന്നു. ഇപ്പോൾ ആ കഥ മാറി. അടക്കി വെച്ചതും കെടാതെ കിടന്നതുമെല്ലാം പതിയെ പുറത്ത് ചാടാനും മുനിഞ്ഞു കത്താനും തുടങ്ങി. അതിന് ഷാനുവെന്ന ആരുടെ മുമ്പിലും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സാധ്യത കൂടി തുറന്നു കിട്ടിയപ്പോൾ ശരീരം അതിൻ്റെ തനി സ്വഭാവം പ്രകടിപ്പിച്ചു തുടങ്ങി. ഹൃദയം വിറച്ചും രോമങ്ങൾ എഴുന്നും ഉള്ളം കൈയും ഉള്ളം കാലും വിയർത്തും ഞെട്ടുകൾ കല്ലിച്ചും അടിവയറിനകം വിങ്ങിയും അകം മഴയിൽ അവളെ നനച്ചും ശരീരം ഉള്ളിലെ വികാരത്തെ പുറന്തള്ളിക്കൊണ്ടിരുന്നു. എനിക്ക് ശാരീരിക ആവശ്യങ്ങളുണ്ട്. അതിന് ഭർത്താവിനടുത്തേക്ക് പോവുക, അതുമല്ലെങ്കിൽ കൃത്രിമ ഉപകരണങ്ങളാൽ ആവശ്യങ്ങൾ നിറവേറ്റുക, അതുമല്ലായെങ്കിൽ നിങ്ങൾ ബന്ധം പിരിയുക സാധ്യമല്ല. അപ്പോൾ മറ്റു വഴികളെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അത്തരം ഒരു വഴി മനസ്സിലുണ്ട്. നിങ്ങളൊരമ്മയാണെന്നും ഭാര്യയാണെന്നുമുള്ള ബോധത്തോടെ വേണം നിങ്ങൾ ആ വഴി തിരഞ്ഞെടുക്കാൻ. അതാണ് എന്നെ ധർമ്മസങ്കടത്തിലാക്കുന്നത്. നിങ്ങൾ യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കൂ. നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിന് അവിഹിതം ശോഭനമല്ലെന്നറിയരുതോ? അതൊരുപാട് വ്യക്തികളെയും ജീവിതങ്ങളെയും ബാധിക്കും. ഇത് അവിഹിതമല്ല. ഭാര്യയും ഭർത്താവുമല്ലാത്ത ബന്ധം അവിഹിതമല്ലാതാകുന്നതെങ്ങനെ? ഇത് നിഷിദ്ധമാണ്. എൻ്റെ മകനാണ് 2ാം കക്ഷി. ഇതാകുമ്പോൾ എനിക്ക് ബന്ധം പിരിയണ്ട. ആരും അറിയാത്തിടത്തോളം കാലം എൻ്റെ ശാരീരിക ആവശ്യങ്ങൾ നടക്കും. ആ രഹസ്യം വീഴ്ച നടക്കുന്ന മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങും. ഈ പറയുന്ന സാമൂഹിക അന്തരീക്ഷത്തിന് ഒരു കോട്ടവും വരില്ല. ജാസുമ്മ, ഷാനു വീണ്ടും വിളിച്ചു. നിങ്ങളൊന്നും പറഞ്ഞില്ല.
അവൻ അല്പം കൂടി മോളിയിലേക്ക് ചേർന്ന് കിടന്നത് അവൾ അറിഞ്ഞു. ജാസുമ്മ, ഷാനു. അത് പുതിയ ജാസ്മിൻ്റെ വിളിയായിരുന്നു. ഞാൻ അപ്പുറത്ത് വന്ന് കിടക്കട്ടെ? അവൻ ചോദിച്ചു. വേണമെന്നോ വേണ്ടായെന്നോ അവൾ പറഞ്ഞില്ല. മോളിയെ ഭിത്തിക്കരികിലേക്ക് നീക്കി കിടത്തിയ ശേഷം അവൻ തൻ്റെ അരികിലേക്ക് നിരങ്ങിക്കിടന്നത് അവൾ അറിഞ്ഞു. എനിക്ക് ഉറക്കം വരണില്ലുമ്മ. ജാസ്മിൻ ഒന്നും മിണ്ടിയില്ല. തൻ്റെ നെഞ്ചിടിപ്പിൻ്റെ താളം അനുക്രമം അധികരിക്കുന്നത് അവൾ അറിഞ്ഞു. ഉമ്മ, ഈ പറ. അവളുടെ സ്വരം പതറിയിരുന്നു. എന്തിനാ എന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നത്? അനക്കറിയില്ലേ? ഇല്ല എന്നാ അറിയണ്ട. സംസാരിക്കും തോറും ധൈര്യം കൂടി വരുന്നതവൾ അറിഞ്ഞു. പറ ജാസു ഉമ്മ. ഞാനും മോളിയും പോന്നിട്ട് ഈ പോരാതിരുന്ന മാഷ് എന്ത് കരുതും? ഒരു നിമിഷം ഷാനു മിണ്ടിയില്ല. അല്ലാതെ എന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ലല്ലേ? അവൻ്റെ സ്വരം പരിഭവിച്ചതവൾ കേട്ടു. അന്നോടല്ലാതെ എന്താ എനിക്കിഷ്ടമില്ലേ? ആ ഇഷ്ടമല്ല, അതൊന്നും അല്ലാത്ത ഒരിഷ്ടം ഇങ്ങക്ക് എന്നോടില്ലേ? അവൻ എത്ര ലാഘവത്തോടെയാണ് ആ കാര്യം സംസാരിക്കുന്നതെന്ന് അവൾ ചിന്തിച്ചു. എനിക്കങ്ങനെ ഒന്നും രണ്ടും ഇഷ്ടമൊന്നുമില്ല. ഒരിഷ്ടമേ ഉള്ളൂ. അതേതിഷ്ടം? നേരത്തെ എന്തായിരുന്നു ഉള്ളത് അത് തന്നെ. ഒരല്പം കുസൃതി അവളുടെ ഉള്ളിലും തോന്നി തുടങ്ങിയിരുന്നു. അതെന്താണെന്നാ ചോദിച്ചേ? ഇഷ്ടത്തിന് ഇഷ്ടം എന്നല്ലാതെ വേറെന്ത് പേരാ ഷാനു ഉള്ളേ? അവൻ അല്പനേരം മിണ്ടാതെ കിടന്നു. ശേഷം അവളുടെ ചെവിക്കരികിലേക്ക് വായ ചേർത്തു. കാറിൽ വെച്ചുണ്ടായ ഇഷ്ടം പോലല്ലേ? തീ പിടിപ്പിക്കുന്ന പോലുള്ള അവൻ്റെ മന്ത്രണം കേട്ടവൾ ഒന്ന് വിറച്ചു. ഹൃദയധമനികളിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു പോയതവൾ അറിഞ്ഞു. എനിക്കറിയാം ജാസുമ്മയ്ക്ക് അതിഷ്ടമായി എന്ന്. എന്നാര് പറഞ്ഞു? നമ്മൾ രണ്ടുപേരും മാത്രം അറിയുന്ന കാര്യം വേറെ ആര് പറയാനാ? അടിവയറ്റിൽ നിന്നൊരു കാളൽ വന്ന് കയറിയത് അവൾക്ക് അനുഭവേദ്യമായി. തങ്ങൾ രണ്ടുപേരും മാത്രം അറിയുന്ന രഹസ്യം. ഷാനു ഉന്നം വയ്ക്കുന്നതും അതാണ്. പക്ഷേ അവനിൽ എങ്ങനെ താനെന്ന വികാരം ഉണ്ടായി എന്നവൾക്ക് മനസ്സിലായില്ല. ജാസുമ്മ, എന്നെ ഇഷ്ടമല്ലേ? അവൻ വീണ്ടും നിരങ്ങിച്ചേർന്നുകൊണ്ട് കാറ്റൂതുന്ന സ്വരത്തിൽ ചോദിച്ചു. ആ മന്ത്രണം അവളുടെ ഹൃദയത്തിൻ്റെ അടിവാരങ്ങളിൽ അലയടിച്ചങ്ങനെ നിലകൊണ്ടു. എന്നോട് പിണക്കാ? കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് കവളത്ത് തല്ലി കിട്ടിയ ഒരു ലാഞ്ചന പോലും അവൻ്റെ സ്വരത്തിലുണ്ടായിരുന്നില്ല. എനിക്ക് പിണക്കമൊന്നുമില്ല. പിന്നെന്താ മിണ്ടാത്തേ? ഞാൻ മിണ്ടുന്നുണ്ടല്ലോ. അവൻ അല്പം കൂടി നിരങ്ങി. വലത് കൈത്തലം അരിച്ചരിച്ച് തൻ്റെ വയറിന് മുകളിലേക്ക് കയറിയതവൾ അറിയുന്നുണ്ടായിരുന്നു. ഷാനു. തീക്കാറ്റൂതുന്നത് പോലെ അവൾ വിളിച്ചു. ഉമ്മ. തേങ്ങൽ പോലെയായിരുന്നു അവൻ്റെ സ്വരം. ഇതൊന്നും ശരിയല്ല മോനെ. ഷാനു മിണ്ടിയില്ല. പക്ഷെ അവൻ്റെ കൈ അവളെ ചുറ്റി തുടങ്ങിയിരുന്നു. ഞാൻ എൻ്റെ ഉമ്മയാ. എന്നോട് എനക്കത് പാടുണ്ടോ? അവളുടെ ഉള്ളിലെ അവസാന തരി ധൈര്യമാണത് ചോദിച്ചത്. അതിൻ്റെ മറുപടി പോലിരിക്കും ബാക്കിയെന്ന് അവൾക്കറിയാമായിരുന്നു. അവളുടെ ഇടതുവശത്തെ ഇടുപ്പിൽ പിടിമുറുക്കി ഇടത് കൈമുട്ട് കുത്തി അവളുടെ മുഖത്തിന് നേരെ തൻ്റെ മുഖം ക്രമീകരിച്ച ശേഷം അവൻ മന്ത്രിച്ചു. എനിക്ക് മാത്രമേ ആ തോന്നലുള്ളൂ ഉമ്മ. ഒരിടിവെട്ടി. വാക്കുകളുടെ മേഘസ്ഫോടനങ്ങൾക്കിടയിലൂടെ അഗാധ ഗർത്തത്തിലേക്ക് താൻ നിപതിക്കുന്നത് ജാസ്മിൻ അറിഞ്ഞു. തീർന്നു, എല്ലാം തീർന്നു. അവനോടുള്ള അഭിനിവേശം തന്നിലുമുണ്ടെന്ന് കണ്ടെത്താൻ മാത്രം മിടുക്കനായൊരു സ്നേഹാർത്ഥിയാണ് തൻ്റെ മകനെന്ന് ജാസ്മിൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ എന്താ പറഞ്ഞേ? പെട്ടെന്നൊന്നും പിടികൊടുക്കാൻ പറ്റാത്ത മനസ്സ് അവസാന അസ്ത്രം തൊടുത്തു. എനിക്ക് ഇങ്ങളോടുള്ളതുപോലെ ഇങ്ങക്ക് എന്നോടും ഇല്ലേന്ന്. മങ്ങിയ ഇരുട്ടിൽ സ്പഷ്ടമായ വാക്കുകളിൽ അവൻ ഹൃദയം തുറന്നപ്പോൾ ജാസ്മിൻ ഒന്ന് അടിമുടി കുലുങ്ങി. അവൻ്റെ വാക്കുകളുടെ വജ്രവക്ത്രങ്ങളിൽ തട്ടി മുനയൊടിഞ്ഞ ശരം പിളർന്നു. ഒരു ചഞ്ചലിപ്പുമില്ലാതെ പച്ചയോടെയാണ് ചോദ്യം. ചൂളി ഒടിഞ്ഞ് മരക്കഷ്ണം പോലെ അവൾ അങ്ങനെ കിടന്നു. അവൻ ഇത്ര ധൈര്യമുണ്ടെന്ന് സ്വപ്നേബി അവൾ ചിന്തിച്ചിരുന്നില്ല. അവൾക്ക് അവൻ്റെ മുഖത്ത് നോക്കാൻ ലജ്ജ സമ്മതിച്ചില്ല. ഇടത് കൈത്തലം കൊണ്ട് ഷാനു അവളുടെ നെറുകയിൽ തലോടി. അവളുടെ നെറ്റിത്തടത്തിലും പുരികങ്ങളിലും അവൻ്റെ വിരലുകൾ പരതി. മിഴികൾക്ക് മുകളിലേക്ക് അവൻ്റെ വിരൽ പതിഞ്ഞപ്പോൾ അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു. ജാസുമ്മ. അവൻ അവളുടെ ചെവിയിലേക്ക് മുഖം ചേർത്തു. ഇങ്ങക്കും ഇഷ്ടമാണെന്ന് ഞാൻ കരുതി കോട്ടെ.
കുത്തി ഒലിച്ചു പോകുന്ന മലവെള്ളപ്പാച്ചിലിൽ എന്ന വണ്ണം അവൾ നിലകിട്ടാതെ പിടഞ്ഞു. ഷാനു മോനെ. അവൾ പൂണ്ടു വിളിച്ചു. അവൾ മിഴികൾ തുറന്നതേയില്ല. ഉമ്മ. അവൻ മന്ത്രിച്ചു. ഷാനുവിൻ്റെ വിരലുകൾ അവളുടെ കവിളിലേക്കിറങ്ങി. അവളുടെ കവിൾത്തടം വിറകൊള്ളുന്നത് ഷാനു വിരലിലറിഞ്ഞു. പക്ഷെ അവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. നിമിഷങ്ങൾക്ക് തീ പിടിച്ചു തുടങ്ങിയിരുന്നു. അവളുടെ പിൻകഴുത്തിലും കവിളിലും കുറ്റിരോമങ്ങൾ ഉരച്ചുകൊണ്ട് ഷാനു ഉമ്മയെ ഇറുക്കിക്കൊണ്ടിരുന്നു. ഉടലിലേക്ക് ചേരാൻ എന്ന വണ്ണം അത് അനുനിമിഷം ശക്തി ആർജിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ശക്തിയേറിയ പരിരംഭണത്തിൽ വശംവദയായി ഉടൽ വിറച്ച് ഹൃദയം കുത്തി കുത്തി ജാസ്മിൻ വിറച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ വലം കൈ മുറുകുന്നതും പിന്നിൽ ചുംബനത്തിൻ്റെ തീവ്രത കൂടുന്നതും നിശ്വാസം പഴുക്കുന്നതും അവൾ അറിഞ്ഞു. വളയിട്ടടയിരുന്ന നാഗത്തിൻ്റെ ചുറ്റുകൾ അഴിഞ്ഞു. അത് അവളുടെ ശിരസിന് മുകളിലായിരുന്നു ഫണം വിടർത്തി. കിടക്കയ്ക്കും അവളുടെ കഴുത്തിനും ഇടയിലൂടെ ഇടത് കൈ നിരക്കി. പരിരംഭണത്തിൻ്റെ തീവ്രത ചോരാതെ തന്നെ ഷാനു അവളുടെ കഴുത്തിൽ കൈ ചുറ്റി. അവരൊന്നുകൂടി ചേർന്നു. വസ്ത്രങ്ങളുടെ മറയിലും ഉടലിൻ്റെ ചൂടും ചൂരും അറിഞ്ഞു. കുറ്റിരോമങ്ങൾ കവിളിൽ ഉരച്ചുകൊണ്ട് ആ നിമിഷം തന്നെ ഞാത്തുകമ്മൽ അലങ്കാരമാക്കിയ അവളുടെ വലത്തെ ചെവി അവൻ വിഴുങ്ങി. വരണ്ടുപോയ തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തു വരാത്ത ശബ്ദത്തോടെ ജാസ്മിൻ ഒന്ന് തേങ്ങി. ഉള്ളം കിടുങ്ങി കിടുങ്ങി അവൾ വിറച്ചുകൊണ്ടിരുന്നു. ജാസൂമ്മ. ഷാനു തേങ്ങി. അടുത്ത നിമിഷം അവൻ്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞ് അവൾ നിവർന്നു. ഷാനു കിടക്കയിലേക്ക് മലർന്നു. അരഭാഗം തൊട്ട് അവൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് ജാസ്മിൻ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ഷാനു മോനെ. ഇരു കൈകളും കൊണ്ട് അവൻ്റെ മുഖം വാരിയെടുത്ത് അവൾ അവനെ ചുംബിച്ചു. നെറ്റിയിലും നാസികയിലും അവൾ അടിച്ചു മുറിവേൽപ്പിച്ച കവിളിലും തൻ്റെ മിനുസമാർന്ന മുഖം കൊണ്ടവൾ ഓടിപ്പിടച്ചുരസി. എൻ്റെ ഷാനു, അനക്ക് എന്താടാ പറ്റിയേ? ജാസൂമ്മ. ഹൃദയം കൊണ്ടവൻ വിളിച്ചു. ഉമ്മാൻ്റെ പൊന്നെ. ജാസ്മിൻ കരഞ്ഞുപോയി. ഉമ്മാനോട് ഇങ്ങനെയൊക്കെ പാടുണ്ടോടാ ചക്കരേ? അവൻ്റെ വിറകൊള്ളുന്ന അധരങ്ങളിൽ അതിലേറെ വിറകൊള്ളുന്ന അധരങ്ങൾ ഉരച്ച് അവൾ വിലപിച്ചു. ഉമ്മ. ഇരു കൈകളും അവളുടെ പിന്നിൽ ചുറ്റി തൻ്റെ അരക്കെട്ടിലേക്ക് ചേർത്ത് അവൻ വിതുമ്പി. എനിക്ക് ഇങ്ങളില്ലാതെ വയ്യുമ്മ. സങ്കടാകും എല്ലാവർക്കും. എന്നാലും വേണം ഉമ്മ. അത് പാടില്ലടാ. നിങ്ങൾ എന്നെ വിട്ടുപൊക്കോ. എന്നാലും ഇത് പറയല്ലേ. കരച്ചിലിനിടയിലൂടെ വാക്കുകൾ പതറി പതറി പുറത്തു വന്നു. അന്നെ വിട്ടുപോകാൻ ഉമ്മയ്ക്ക് പറ്റുവോടാ? കരഞ്ഞുകൊണ്ട് ജാസ്മിൻ അവനെ ചുംബിച്ചുകൊണ്ടിരുന്നു. എന്നെ മുറിക്ക് പുറത്താക്കിയത് നിങ്ങളല്ലേ? എന്നോട് മിണ്ടാതെയും നോക്കാതെയും എന്നെ കുറെ തീ തീറ്റിച്ചില്ലേ? എൻ്റെ പൊന്നെ. ചങ്ക് പിടയുന്ന നൊമ്പരത്തോടെ ജാസ്മിൻ അവനെ ഉയർത്തി തൻ്റെ മാറിലേക്ക് ചേർത്തു. അവൻ്റെ പുറത്തിറുക്കി പിടിച്ച് അവൾ തന്നിലേക്ക് ഗാഠം പുണർന്നു. ആ പ്രവൃത്തിയിൽ തന്നെ ഇടതുകാൽ അവൻ്റെ തുടയിലൂടെ ഉരച്ച് അവൾ അപ്പുറത്തേക്കിട്ടു. ഇപ്പോൾ ഷാനുവിൻ്റെ മടിയിലായിരുന്നു അവൾ. അവൻ്റെ കണ്ണീർ ചൂട് തൻ്റെ കഴുത്തിന് താഴെ പൊഴിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. കരച്ചിലിൻ്റെയും കിതപ്പിൻ്റെയും ഏങ്ങലടികളുടെയും അകമ്പടിയോടെ നിമിഷങ്ങൾ കടന്നുപോയി. ജാസൂമ്മ. ഷാനുമോനെ. എന്നോട് പിണങ്ങല്ലേ. എനിക്കത് സഹിക്കാനാവൂല. ഉമ്മ പിണങ്ങിയതല്ലടാ കുട്ട. എൻ്റെ കുട്ടി അന്ന് അങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് അന്നൂറ് ദിവസം കൊണ്ട് തോന്നിയതല്ലുമ്മ. അവൾക്ക് ആ വാക്കുകളിൽ അതിശയമൊന്നും തോന്നിയില്ല. അവൾ അവൻ്റെ മുഖത്തും മുടിയിഴകളിലും തലോടിക്കൊണ്ടിരുന്നു. എന്നാലും എന്നോടിത് അവൾ അവനെ പുണർന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇനി അങ്ങനെ പറയല്ലേ ഉമ്മ. ഷാനു അവളെ തടഞ്ഞുകൊണ്ട് അവളെ ചേർത്തു പിടിച്ചു. പിന്നെ പതിയെ അവളെ അടിയിലാക്കി കിടന്നു. ഷാനുവിൻ്റെ ശരീരഭാരം പതിയെ തന്നിൽ അമരുന്നത് അവൾ അറിഞ്ഞു. മടങ്ങിയ ഇടത് കാൽ നിവർത്തി ഷാനു കിടപ്പ് നേരെയാക്കി. ഉന്മത്തമായൊരു ഗന്ധം അവനിൽ നിന്നും വമിക്കുന്നുണ്ടായിരുന്നു. ഇനി എന്നോടങ്ങനെ പറയല്ലേ ജാസൂമ്മ. അവൻ അവളെ ചുംബിച്ചു തുടങ്ങി. അവൻ്റെ കഴുത്തിൽ കൈചുറ്റി അവൾ കിടന്നു. പറഞ്ഞാ? അവൻ്റെ ഉമ്മകൾ ഏറ്റുവാങ്ങുന്നതിനിടയിൽ അവൾ ചോദിച്ചു. അതിലൊരൽപ്പം കുസൃതിയുണ്ടായിരുന്നു. എനിക്കറിയൂല, ഞാൻ തകർന്നു പോവും. അതെന്താടാ? അതെനിക്ക് അറിഞ്ഞുകൂടാ. ചെറിയൊരു നാണത്തോടെ അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം അമർത്തി.
ആ സമയങ്ങളിലൊന്നും അവർ കാമാതുരല്ലായിരുന്നു. പുറത്ത് രാത്രിയുടെ യാമങ്ങൾ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഷാനു. തന്നിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന അവനെ അവൾ പതിയെ വിളിച്ചു. ആ കിടപ്പിൽ തന്നെ അവൻ മൂളി, എഴുന്നേക്കടാ, എനിക്ക് ശ്വാസം മുട്ടുന്നു. ഷാനു പതിയെ നിരങ്ങി അവളുടെ ഇടതുവശത്തേക്ക് വീണു. ആ കിടപ്പിലും ഇടത് കൈകൊണ്ട് അവളെ അവൻ ചേർത്തിരുന്നു. കഴുത്തിനടിയിലേക്ക് മുഖം ചേർത്തവൻ കുറുകി. എൻ്റെ ജാസുമാക്ക് നല്ല മണ. അവളത് കേട്ട് പതിയെ ചിരിച്ചു. ഒരു പ്രണയമൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ജാസ്മിന് അതൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു. അനക്കുമുണ്ട് ഒരു മുഷുക്ക് മണം. അതിന്ന് ഞാൻ കുളിക്കാഞ്ഞിട്ടാ. പോയി കുളിച്ചിട്ട് വാടാ. ഇന്നിനി വേണ്ട, എനിക്കിങ്ങനെ കിടന്നാൽ മതി. ഉറങ്ങണ്ടേ? വേണ്ട. മാഷിനും മുന്താസുമ്മയ്ക്കും സംശയം ഉണ്ടാവും ഉറക്കക്ഷീണം കണ്ടാൽ. അത് യാത്ര കൊണ്ടാണെന്ന് പറയാമല്ലോ. അവൻ തന്നെ പ്രതിവിധി കണ്ടെത്തി. എന്നാലും രാവിലെ എഴുന്നേക്കണ്ടേ? ഉറങ്ങിയാലല്ലേ? അവൻ ചിരിച്ചു. അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് ഷാനു ചേർത്ത് പിടിച്ചു. അരഭാഗം നിരക്കി അവളോട് അഭിമുഖമായി ചേർന്നുകൊണ്ട് അവൻ പറഞ്ഞു, എൻ്റെ ജാസുമ്മാക്ക് വല്ലാത്ത മൊഞ്ച. പോടാ. അവളൊന്ന് ചിണുങ്ങി. സത്യമ്മ, നിങ്ങൾ എൻ്റെ ഹൂറിയ. ഉപ്പ കേൾക്കണ്ട. ഷാനു ഒരു നിമിഷം മൗനത്തിലായി. അവൻ്റെ ഭാവമാറ്റം അവൾ അറിഞ്ഞു. അത് മാറ്റാൻ എന്ന വണ്ണം അവൾ ചോദിച്ചു, ഈ എന്തിനാ ബൈക്ക് വേണ്ടാന്ന് പറഞ്ഞേ? ഇങ്ങളില്ലാഞ്ഞിട്ട്. ഞാനെവിടെ പോയിട്ട്? അവൾക്ക് സംശയം. അവൻ ഒന്നുകൂടി അവളിലേക്ക് ചേർന്നു. മുഖത്തോട് മുഖം ചേർത്തവൻ പറഞ്ഞു, ഇങ്ങളെക്കാളും വലിയ സ്വപ്നമൊന്നും അല്ലുമ്മ എനിക്ക് ആ ബൈക്ക് കിട്ടിയിട്ടും നിങ്ങൾ എന്നോട് പിണങ്ങി നടന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ അതാണ് കാര്യം. ജാസ്മിന് കാര്യം പിടികിട്ടി. ഇനിയിപ്പോൾ അനക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ? എൻ്റെ പിണക്കം മാറിയല്ലോ? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. അതേ ഉമ്മ, എനിക്ക് ഇങ്ങളെ മതി. അവന് മറ്റൊരുത്തരവില്ലായിരുന്നു. എന്നോട് പിണങ്ങരുത്, മിണ്ടാതിരിക്കരുത്. ഷാനുവിന് തന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ അവസാനത്തെക്കുറിച്ച് ആശങ്ക അവൾക്കുണ്ടായിരുന്നുവെങ്കിലും താൻ പറഞ്ഞാൽ ഷാനു അനുസരിക്കും എന്നൊരു ധൈര്യമുള്ളതിനാൽ അവൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല. തന്നോട് പറ്റിച്ചേർന്നുറങ്ങുന്ന ഷാനുവിൻ്റെ പുറത്ത് കൈത്തലം പതുക്കെ തട്ടിക്കൊണ്ട് അവൾ കിടന്നു. ബാത്റൂമിൽ പോകാനായി രാവിലെ മോളി കരഞ്ഞപ്പോഴാണ് ജാസ്മിൻ എഴുന്നേറ്റത്. മോളിയെ റെഡിയാക്കിയ ശേഷം അവളും റെഡിയായി. മോളിയാണ് ഷാനുവിനെ വിളിച്ചേൽപ്പിച്ചത്. ഷാനുവും ജാസ്മിനും മോളിയും മാഷിൻ്റെ റൂമിലെത്തുമ്പോൾ മാഷ് റെഡിയായിരുന്നു. മുന്താസുമ്മ ഒരുങ്ങിക്കൊണ്ടിരുന്നു. മോള് നേരത്തെ എഴുന്നേറ്റോ? മാഷ് ചോദിച്ചു. വീട് മാറിയിട്ടാകും, ഉറങ്ങിയില്ല, ജാസ്മിൻ പറഞ്ഞു. ചെറിയ ആശ്ചര്യത്തോടെ ഷാനു തന്നെ നോക്കുന്നത് അവൾ കണ്ടു. കോട്ടേജിന് പുറത്ത് മാഷിൻ്റെ സുഹൃത്ത് പറഞ്ഞേൽപ്പിച്ച ഒരു ഗൈഡ് നിന്നിരുന്നു. പ്രഭാത ഭക്ഷണം കഴിക്കാൻ അയാളെ മാഷ് ക്ഷണിച്ചെങ്കിലും വന്നില്ല. അവർ ഭക്ഷണം കഴിച്ചു വരുന്നവരെ അയാൾ കാത്തിരുന്നു. കുറച്ച് നടക്കാനുണ്ടായിരുന്നു സിയാറത്തിലേക്ക്. സ്വതവേ പതിയെ നടക്കുന്ന മുന്താസുമ്മയുടെ നടത്തത്തിൻ്റെ ആവേശം ജാസ്മിനെ അമ്പരിപ്പിക്കുന്നതായിരുന്നു. വിശ്വാസം എന്ന 3 അക്ഷരത്തിൻ്റെ ശക്തി ഓർത്ത് അവൾ അത്ഭുതപ്പെട്ടു. മസ്ജിദിലേക്ക് അടുക്കും തോറും വിശ്വാസികളുടെ എണ്ണം കൂടുതലായി കണ്ടു തുടങ്ങി. ദർഗയിൽ പട്ടു മൂടുന്നതായിരുന്നു മുന്താസുമ്മയുടെ നേർച്ച. അതിനായി കൂടെ വന്നയാൾ സൗകര്യമൊരുക്കുന്നതിന് മുന്നിൽ നിന്നു. 4 മണിയാകാറായപ്പോഴാണ് അവർ മസ്ജിദിന് പുറത്തിറങ്ങിയത്. ഇതിനിടയിൽ മാഷ് പണം കൊടുത്തെങ്കിലും സ്വീകരിക്കാതെ ഗൈഡ് പോയിരുന്നു. മണലടിഞ്ഞു കിടക്കുന്ന വഴികളിൽ ചവിട്ടിയപ്പോഴാണ് കടലിൽ പോകണമെന്ന് പറഞ്ഞ് മോളി ബഹളമുണ്ടാക്കാൻ തുടങ്ങിയത്. മാഷിന് പ്രശ്നമില്ലായിരുന്നു. മുന്താസുമ്മ കൂടി നടക്കാമെന്ന് സമ്മതിച്ചതോടെ ബീച്ചിലേക്ക് പോകാൻ തീരുമാനമായി. സാഗരത്തിന് മുന്നിൽ ജനസാഗരം തന്നെയായിരുന്നു. ഷാനു മോളിയെയും കൊണ്ട് തീരത്തേക്കിറങ്ങി. സൂര്യൻ കടലിലേക്ക് ചായുന്നതും നോക്കി മുന്തോസുമ്മ ഇരിക്കുന്നത് ജാസ്മിൻ ശ്രദ്ധിച്ചു. അവരും ഏതോ ഗതകാല സ്മരണകളിലാവാം എന്നവൾ ഓർത്തു. ഉപ്പുരസമുള്ള ഈറൻ കാറ്റ് വലയം ചെയ്യുന്ന കരയിലിരിക്കുമ്പോൾ കുറച്ച് ദൂരെ 2 കുട്ടികൾ തിരയിലടഞ്ഞ ചിരട്ട കൊണ്ട് മണ്ണപ്പം ചുടുന്നത് ജാസ്മിൻ കണ്ടു.
ഒരു ശക്തിയേറിയ തിര തീരത്തടിച്ച് ചിതറിപ്പോയി. ഷാനു എവിടെ? ഒരു രാത്രി കിടക്കയിൽ വെച്ച് തൻ്റെ ചെവിയിൽ അവൻ ഓതിയ സ്വപ്നശകലങ്ങൾ കടൽ ചുരുക്കേറ്റ് അവൾക്ക് തികട്ടി വന്നു. ആർത്തലച്ചു വരുന്ന തിരകളിലായിരുന്നു ഷാനുവും മോളിയും. ഷാനുവിൻ്റെ കൈകളിൽ കിടന്ന് കുലുങ്ങിച്ചിരിക്കുന്ന മോളിയെ അവൾ കണ്ടു. കടൽക്കാറ്റിൽ പറന്നുലയുന്ന ഷോള് വട്ടം പിടിച്ച് നേരെയാക്കാൻ ശ്രമിച്ചുകൊണ്ട് തങ്ങളെ നോക്കി നിൽക്കുന്ന ഉമ്മയെ ഷാനു കണ്ടു. ജാസ്മിൻ്റെ ആ നിൽപ്പ് മനോഹരമായൊരു ചിത്രം പോലെ അവന് തോന്നി. വാമ്മ, മോളി അവളെ വിളിച്ചു. ഒന്നാലോചിച്ച ശേഷം മണലിൻ്റെ നനവിലേക്ക് അവൾ കാലെടുത്ത് വെച്ചു. മണലിൽ പുതഞ്ഞു പോകുന്ന പാദങ്ങൾ പെറുക്കി വെച്ച് അവൾ അവരുടെ അടുത്തെത്തി. മോളി മുഴുവനായും ഷാനു പകുതിയിലേറെയും നനഞ്ഞിരുന്നു. കടൽ കണ്ടതും കടലിലിറങ്ങിയതും അവൾക്ക് നവ്യാനുഭവമായിരുന്നു. പരന്നു കിടക്കുന്ന ജലവിധാനപ്പുറം അന്തിത്തിരി പോലെ നിന്ന സൂര്യനെ അവൾ നോക്കി. ആ നിമിഷം ഒരു തിര വന്നലച്ചു. ഷാനു തിരയുടെ വരവ് കണ്ടിരുന്നു. മോളിയെയും കൊണ്ട് ഷാനു തിര മറികടന്നത് കടലിലേക്ക് നോക്കി നിന്ന ജാസ്മിൻ കണ്ടില്ല. തിരയുടെ ശക്തിയിലതി പതറിയ അവൾ വേച്ചുപോയി. അടുത്ത് ഷാനു ഉണ്ടെന്ന് കരുതി അവൾ കൈ നീട്ടിയെങ്കിലും വീണുപോയി. ഉമ്മ വീഴുന്നത് കണ്ട് ഷാനു ആഞ്ഞു വന്നപ്പോഴേക്കും അവൾ വീണിരുന്നു. വീശിയ തിരയിൽ ഉലഞ്ഞുപോയ ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും നേരിയ വിടവിലൂടെ വരെ ഉപ്പുവെള്ളത്തിനൊപ്പം മണൽത്തരികളും അവളുടെ ശരീരത്ത് കയറി. ഷാനുവിൻ്റെ നീട്ടിയ കയ്യിൽ പിടിച്ച് അവൾ എഴുന്നേറ്റു. മുഴുവനായി നനഞ്ഞില്ലെങ്കിലും അവളുടെ നനഞ്ഞ ഭാഗങ്ങളിലെ വടിവുകളിൽ ഷാനുവിൻ്റെ മിഴികൾ ഉടക്കി. ടോപ്പിലെ മണൽ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ജാസ്മിൻ ചുറ്റും നോക്കി. ഭാഗ്യം, ആരും കണ്ടില്ല, ആരും നോക്കുന്നുമില്ല. അല്ലെങ്കിലും ഇത്രയും ജനങ്ങൾക്കിടയിൽ ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ? കുനിഞ്ഞ് ടോപ്പിൻ്റെ അടിഭാഗം കൂട്ടിച്ചേർത്ത് പിഴിയുന്നതിനിടയിൽ അവൾ ഷാനുവിനെ നോക്കി. കണ്ണുകളിൽ ഒരു പ്രത്യേക ഭാവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ട് ജാസ്മിൻ കണ്ണുരുട്ടി. ചുറ്റുള്ളവരാരും ശ്രദ്ധിക്കുന്നില്ല. ഷാനു തന്നെയാണ് പ്രശ്നക്കാരൻ. അവൾ ഉള്ളാലെ ചിരിച്ചു. ഷാനു നോട്ടം പിൻവലിച്ചുകൊണ്ട് അടുത്ത തിരയിലേക്ക് മിഴികളെയ്തു. അടുത്ത തിര വന്നപ്പോൾ അവൾ ഷാനുവിനെ പിടിച്ചു. മുട്ടപ്പം കയറിയ തിരയുടെ ഭീതിയിൽ അവൾ ഷാനുവിനോട് ചേർന്ന് നിന്നു. തൻ്റെ പിന്നിൽ ഉമ്മയുടെ പകുതി നനഞ്ഞ നെഞ്ചു മുട്ടിയപ്പോൾ അത്രയും ആളുകളുടെയും ആരവങ്ങളുടെയും ഇടയിലും ഷാനുവിനൊരു പിടച്ചിലുണ്ടായി. തിര പിൻവാങ്ങിയപ്പോൾ മണൽത്തരികൾ തൻ്റെ ഉള്ളംകാലിൽ ഇക്കിളി കൂട്ടുന്നത് അവൾ അറിഞ്ഞു. അതിലവളുടെ നാക്കിൻ തുമ്പൊന്ന് തരിച്ചു. കടലിൻ്റെ അപാരതയിൽ സിന്ദൂരച്ചവി പടർന്നു തുടങ്ങിയിരുന്നു. ഉമ്മ, മുന്നോട്ട് നിൽക്ക്. ഷാനു അവളെ മുന്നിലേക്കാക്കി. ഇപ്പോൾ ജാസ്മിനും ഷാനുവിനും ഇടയിൽ മോളിയുണ്ട്. ദൂരെ പൊന്നുരുക്കിയതുപോലെ കാണുന്ന സമുദ്രപതപ്പിനേക്കാൾ ചന്തം ജാസ്മിൻ്റെ ഞാത്ത് കമ്മലിൻ്റെ തിളക്കത്തിനുണ്ടെന്ന് ഷാനുവിന് തോന്നി. അവളിൽ ചേരാത്തപ്പോൾ അത് വെറും മഞ്ഞലോഹം മാത്രമാണെന്നും അവൻ്റെ കവിഹൃദയം മന്ത്രിച്ചു. അടുത്ത തിര കൂടി വന്നു. ഉള്ളിലുണ്ടായ പരിഭ്രമത്താൽ ജാസ്മിൻ പിന്നോട്ടൊരടി വെച്ചു. അത് മനസ്സിലാക്കി ഷാനു ഇടത് കൈകൊണ്ട് അവളെ ചുറ്റി. പാഞ്ഞു വന്ന തിരയിൽ ചുഴിയിൽപ്പെട്ട പോലെ ഒന്ന് കറങ്ങിയെങ്കിലും മൂവരും വീഴാതെ നിന്നു. തിരയകന്നപ്പോൾ ജാസ്മിൻ ഒരു ദീർഘനിശ്വാസം അയച്ചു. ജാസുമ്മ, അവൻ പതിയെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. ഇങ്ങക്ക് ഓർമ്മയുണ്ടോ? അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഞാനും ഇങ്ങളുമുള്ള കടൽക്കരയിലെ എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞത്. അവളുടെ കവിളിണകൾക്ക് മുൻപിൽ സായന്തന സൂര്യൻ തോറ്റുപോയിരുന്നു. രക്തം തൊട്ടെടുക്കാൻ കഴിയുന്ന മുഖം താഴ്ത്തി അവൾ നിന്നു. സ്വപ്നത്തിലെ വയനാട്ടിൽ കടലുണ്ട്. ഷാനുവിൻ്റെ സ്വപ്നങ്ങൾ സത്യമാകാറുമുണ്ട്. വിറയ്ക്കുന്ന കാലടികളോടെ, കുതികുത്തുന്ന ഹൃദയത്തോടെ, ഒരു കാമുകിയുടെ ചാരുതയോടെ, ശില്പം കണക്കെ അവൾ അനങ്ങാതെ നിന്നു. അടുത്ത തിര ഇരയ്ക്കുന്നുണ്ടായിരുന്നു. അവളെ ചുറ്റിയിരുന്ന അവൻ്റെ കൈകൾക്ക് ബലം മുറുകി. മധ്യത്തിലിരുന്ന മോളിയെ ഷാനു ഇടത്തെ ഇടുപ്പിലേക്ക് മാറ്റി. മോളി അവളുടെ കൈകൾ ഷാനുവിൻ്റെ കഴുത്തിൽ ചുറ്റി. അരക്കെട്ടുകൊണ്ട് ജാസ്മിനെ 2 അടി കൂടെ ഷാനു മുന്നോട്ട് തള്ളി.
തൻ്റെ അരയിൽ വട്ടം ചുറ്റിയ ഷാനുവിൻ്റെ കൈയുടെ മുകളിലേക്ക് വലത് കൈ വെച്ച് അവൾ ധൈര്യം ഉറപ്പിച്ചു. തിര അടുത്തു തുടങ്ങിയിരുന്നു. അരയ്ക്ക് കീഴെ നനഞ്ഞൊട്ടിച്ച് തിര പിന്നിലേക്ക് പാഞ്ഞുപോയി. തിരയുടെ ശക്തിയിലുലഞ്ഞ ജാസ്മിൻ ആശ്രയത്തിനെന്ന വണ്ണം അവനിലേക്ക് ചാരി. അവൻ്റെ മുമ്പിലാണ് അവളുടെ കുടം ഉരഞ്ഞു നിന്നത്. കടൽക്കാറ്റിൽ കുളിര് കോരിയാൽ എന്ന വണ്ണം അവളൊന്ന് വിറച്ചു. തിര ഇറങ്ങി. തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ച് നിരങ്ങുന്നത് അവൾ അറിഞ്ഞു. കൂമ്പിയ മിഴികളുമായി അവൾ സാഗരത്തിൻ്റെ അനന്തതയിലേക്ക് നോക്കി. ഇതിൻ്റെ അന്ത്യം എവിടെയാണെന്ന് അവൾക്കൊരു ഊഹവും കിട്ടിയില്ല. തിര പിന്നെയും വന്നു. ഓരോ തവണയും അവളുടെ പിന്നിലേക്ക് തൻ്റെ മുൻഭാഗം ഉരസി ഷാനു അവളുടെ പിന്നിൽ തിരകളായി. അവളുടെ കഴുത്തിന് പിന്നിൽ രോമങ്ങൾ ഉണരുന്നത് ഷാനു കണ്ടു. ഒരു ഉൾപ്രേരണയാൽ എന്ന വണ്ണം ഷാനു അവിടെ ചുംബിച്ചു. അവൾ തിരഞ്ഞപ്പോഴേക്കും അവനും മുഖം തിരിച്ചു. തിര ബാക്കി വെച്ചിട്ട് പോയ ഒരു ശംഖ് അവൻ്റെ കണ്ണിലുടക്കി. അതിലേറെ സൗന്ദര്യം തൻ്റെ ജാസുമായുടെ കഴുത്തിനുണ്ടെന്ന് ഷാനു അറിഞ്ഞു. ഇരുൾ പരന്നു തുടങ്ങിയിരുന്നു. അടുത്ത തിരയും അവരിലേക്ക് പാഞ്ഞെത്തി. ഷാനു മുന്നിലേക്ക് വരുംതോറും ജാസ്മിൻ പിന്നിലേക്ക് നിരങ്ങി. കരയെ തൊടാൻ വെമ്പുന്ന തിരയെപ്പോലെ ഇരുവരും ശരീരങ്ങൾ ഇട്ടുരച്ചു. തൻ്റെ അണക്കെട്ട് പൊട്ടി ഉപ്പുവെള്ളത്തിൽ പടർന്നിട്ടുണ്ടാവുമെന്ന് ജാസ്മിൻ ഉറപ്പായിരുന്നു. അടുത്ത തിരയും ഇളകി വരുന്നുണ്ടായിരുന്നു. അവളുടെ അരക്കെട്ടിലിരുന്ന ഇടം കൈ നിരക്കി ഷാനു മുകളിലെത്തിച്ചിരുന്നു. ആർത്തലച്ചു വന്ന തിരക്കിനിടയിൽ വികാരത്തിരയാൽ ഷാനു പതിയെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടിരുന്നു. കാലടി ചുവട്ടിൽ മണ്ണില്ലാതെ ജാസ്മിൻ അവൻ്റെ ഇടത്തെ ചുമലിലേക്ക് തല ചായ്ച്ചു. ഓരോ തിര വരുമ്പോഴും മോളി സന്തോഷാതിരേഖത്താൽ ഉണ്ടാക്കുന്ന ബഹളം ഏതോ ഗഹ്വരത്തിൽ നിന്നെന്ന പോലെ അവൾ കേട്ടു. ജാസുമാ, കടൽക്കാറ്റിൻ്റെ ഹുങ്കാരം പോലെ അവൻ വിളിച്ചു. ഷാനു. അടിമുടി ഉലഞ്ഞ് അരയ്ക്കൊപ്പം നനഞ്ഞ് കാമാർത്തയായി അവൾ വിളി കേട്ടു. തിര ഇളകി വരുന്നത് മോളിയുടെ ബഹളം കൊണ്ട് അവൾ അറിഞ്ഞു. കഴുത്തിൽ ചുറ്റിയ അവൻ്റെ ഇടത് കൈ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പുറത്ത് വ്യാപിച്ചു വരുന്ന ഇരുൾ തൻ്റെ കണ്ണിലേക്ക് കയറുന്നത് ജാസ്മിൻ അറിയുന്നുണ്ടായിരുന്നു. മോളിക്ക് പാവകളും കുറച്ച് ബേക്കറി സാധനങ്ങളും ബീച്ചിൽ നിന്നും തിരികെ വരുന്ന വഴി വാങ്ങി. ബീച്ചിലേക്ക് പോയ ഉത്സാഹമൊന്നും തിരികെ വരുമ്പോൾ മോളിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളെ ഷാനുമാണ് എടുത്ത് നടന്നത്. നനഞ്ഞ വസ്ത്രങ്ങളിൽ ലജ്ജ തോന്നിയ ജാസ്മിൻ ആകെ ചൂളിപ്പിടിച്ചാണ് നടന്നിരുന്നത്. ഷാനുവിനോട് ചേർന്ന് നടക്കുമ്പോൾ അതിലേറെ ചൂളൽ അവളുടെ മനസ്സിനും ഉണ്ടായിരുന്നു. കോട്ടേജിൻ്റെ മുന്നിലെത്തിയപ്പോഴാണ് തങ്ങൾ എന്തുമാത്രം നടന്നിരുന്നു എന്നതവർ തിരിച്ചറിഞ്ഞത്. അയ്യപ്പൻ അവരെ കാത്തുന്ന പോലെ അവിടെ നിപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാം ധൃതിയിലായിരുന്നു. ജാസ്മിൻ ഒന്ന് മേല് കഴുകി വസ്ത്രം മാറി മോളിയെ ടവൽ കൊണ്ട് തോർത്തി. ഷാനു ഇട്ടിരുന്ന ഡ്രസ്സ് മാറി മറ്റൊന്ന് ധരിച്ചു. മുന്താസുമ്മയും കൂട്ടി ജാസ്മിൻ ഇടനാഴിയിലെത്തുമ്പോൾ ഷാനു ബാഗുകളെല്ലാം പുറത്തു വെച്ചിരുന്നു. 2 റൂമുകളിലും അവസാന വട്ടം കൂടി എന്തെങ്കിലും മറന്നതുണ്ടോ എന്ന് നോക്കി അവൻ കയറി ഇറങ്ങി. ശേഷം ഉറക്കം തൂങ്ങിയാടുന്ന മോളിയെയും കൂട്ടി പടികളിറങ്ങി. മറ്റൊരു പുണ്യസ്ഥല സ്ഥല സന്ദർശനമോ പ്ലാനിലില്ലാത്തതിനാൽ വീട്ടിലേക്ക് തിരികെ പോവുക എന്നതായിരുന്നു ഏക ലക്ഷ്യം. കോട്ടേജിൻ്റെ വളവ് തിരിഞ്ഞ് ഹൈവേയിലേക്കുള്ള ലിങ്ക് റോഡിലൂടെ ഇന്നോവ ഓടിത്തുടങ്ങി. ഹൈവേയിൽ കയറി വണ്ടി വേഗം കൈവരിച്ചു തുടങ്ങി. കാൽസീറ്റിലും തലഭാഗം മുന്താസിൻ്റെ മടിയിലുമായി മോളി ഉറക്കം തുടങ്ങി. 2 ദിവസമായി ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോകൂട്ടാ അയ്യപ്പ. മാഷ് മുൻകൂർ ജാമ്യം എടുത്തു. നിങ്ങൾ ധൈര്യമായി ഉറങ്ങിക്കോ, അയ്യപ്പൻ എല്ലാവരോടുമായി പറഞ്ഞു. സൈഡ് ഗ്ലാസ്സിലേക്ക് മുന്താസുമ്മയുടെ ശിരസ് ചെരിഞ്ഞപ്പോൾ തന്നെ അവരുറക്കമായി തുടങ്ങി എന്ന് ഷാനുവിന് മനസ്സിലായി. വലങ്കൈ കൊണ്ട് ഷാനു ജാസ്മിനെ തന്നിലേക്ക് ചേർത്തു. സീറ്റിലൂടെ നിരങ്ങി അവനിലേക്ക് ചേരാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ദീപ്ത വലയങ്ങൾ പിന്നിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ഹൈവേയിൽ. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ സ്പീഡ് വണ്ടിക്കുണ്ടായിരുന്നില്ല. ജാസ്മിൻ്റെ കഴുത്തിൽ കൈ ചുറ്റി ഷാനു അവളെ മടിയിലേക്ക് കിടത്തി. തൻ്റെ വയറിൽ അവൻ്റെ വിരലുകൾ ഇഴയുന്നതും ഇടത് കൈ തൻ്റെ മുഖമാകെ തഴുകുന്നതും അവൾ അറിഞ്ഞു.
വണ്ടി കുറേ ദൂരം മുന്നോട്ട് പോയി. മാഷിൻ്റെ ശിരസും ഹെഡ് റെസ്റ്റിലേക്ക് ചാഞ്ഞു. ആ സമയം തന്നെ ഷാനുവിൻ്റെ മുഖവും അവളിലേക്ക് താഴ്ന്നു. അവളുടെ വിറയ്ക്കുന്ന തപിക്കുന്ന ചുണ്ടുകളിൽ അവൻ ചുണ്ടുകോർത്തു. ചുണ്ടുകൾ നൊട്ടി നുണയുന്ന ശബ്ദം പുറത്തു വരാതിരിക്കാൻ ഇരുവരും പാടുപെട്ടു. ചില സമയങ്ങളിൽ ജാസ്മിനും അവൻ്റെ ചുണ്ടുകൾ നുകർന്നു. അവൻ ആവേശം കൂടിയപ്പോൾ അവൾ വലം കൈ കൊണ്ട് അവൻ്റെ ഷർട്ടിന് പുറത്ത് അറിയാതെ പിടിച്ചുപോയി. കിതപ്പോടെ ഷാനു നിവർന്നു. അവളുടെ മിഴികളിലെ പ്രണയസാഗരം നോക്കി അവൻ മന്ദഹസിച്ചു. സ്ത്രീ സഹജമായ നാണത്തോടെ ജാസ്മിൻ മിഴികൾ പൂട്ടി. അതോടൊപ്പം ഇടത് കൈത്തലമെടുത്ത് മുഖം മറച്ചു. 2 മിനിറ്റിനകം ആ വിരലുകൾ വിടരുന്നതും കാർമേഘക്കൂട്ടിൽ ചന്ദ്രക്കല തെളിയും പോലെ ഒരു മിഴി പുറത്തേക്ക് തുറക്കുന്നതും അവൻ ആ ചെറിയ ഇരുട്ടിലും കണ്ടു. അവൻ തന്നെ നോക്കിയിരിക്കുന്നതറിഞ്ഞ് ആ മിഴികൾ അടഞ്ഞു. വിരലുകൾ പൂർവ്വസ്ഥിതിയിലായി. കവളിൽ മുട്ടിട്ട പുഞ്ചിരിയോടെ അവൻ ആ കൈത്തലം പിടിച്ചു മാറ്റി. ഒരല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു ഷാനുവിന്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയുടെ ബാക്കിയൊരു ചെറിയ പോർഷനുള്ളത് ഞാൻ കമൻറ്റിൽ ടൈപ്പ് ചെയ്യുമായിരിക്കുമേ. അപ്പോൾ അവിടെ ചെന്നത് വായിക്കണം. അതിന് ശേഷം ഇതിൻ്റെ പാർട്ട് 6ഉം പാർട്ട് 7ഉം ഞാൻ ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ചാനലിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ളവർ പോയി കേൾക്കുക. അല്ല ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന് മെസ്സേജ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. അപ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്ത് നിങ്ങളത് കേൾക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ പുതിയൊരു അടിപൊളി സ്റ്റോറിയായിട്ട് വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.